Hi all, this is Meera. Welcome back to our channel. ഇന്നത്തെ വീഡിയോയിൽ CSAT 2018 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. 10 women can complete a work in 7 days and 10 children take 14 days to complete the same work. How many days will 5 women and 10 children take to complete the work? Options: Option A 3, Option B 4, Option C 5, Option D 7. ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഇത് ലോജിക്ക് വെച്ച് മാത്രം നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? 10 സ്ത്രീകൾ 10 വിമൻ ഒരു വർക്ക് തീർക്കുന്നത് എന്താണ്? 7 ദിവസം കൊണ്ടാണ് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ തന്നിരിക്കുന്നത് 10 ചിൽഡ്രൻ, അതായത് 10 കുട്ടികൾ 14 ദിവസം കൊണ്ടാണ് ആ സെയിം വർക്ക് തീർക്കുക. ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം? ഇവിടുത്തെ നമ്പർ സെയിം ആണ്, 10 സ്ത്രീകളും 10 കുട്ടികളും. പക്ഷെ ഇവിടെ ഡേയ്സ്, നമ്പർ ഓഫ് ഡേയ്സ് 7, ഇവിടെ 14 എന്ന് പറയുമ്പം 7ന്റെ ഇരട്ടിയാണ് 14 വന്നിരിക്കുന്നത്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യം, ഒരു സ്ത്രീയുടെ എഫിഷ്യൻസി അല്ലെങ്കിൽ അത് ആ ഒരു സ്ത്രീയുടെ കായികക്ഷമത എന്ന് പറയുന്നത് 2 കുട്ടികളുടെ എഫിഷ്യൻസിയോട് ഈക്വൽ ആണ്. അതുകൊണ്ടാണ് 7ന്റെ ഇരട്ടി 14 എന്ന് പറയുന്നത് ഇതിന്റെ 2 ടൈംസ് ആണ്. 7 2s are 14. അപ്പൊ ഇവിടെ 10 സ്ത്രീകൾ 7 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 10 കുട്ടികൾ 14 ദിവസം കൊണ്ട് തീർക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഒരു സ്ത്രീ ഒരു ദിവസം ചെയ്യുന്ന വർക്ക് ആ ഒരു ദിവസം കൊണ്ട് തീർക്കണമെങ്കിൽ ഏതാണ്? 2 കുട്ടികൾ ആ സമയം ജോലി ചെയ്യണം, ഒരു ദിവസം ജോലി ചെയ്യണം. ഇതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാം. ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഹൗ മെനി ഡേയ്സ് വിൽ 5 വിമൻ ആൻഡ് 10 ചിൽഡ്രൻ ടേക്ക് ടു കംപ്ലീറ്റ് ദ വർക്ക്. അപ്പോൾ എത്ര ദിവസമാണ് ഇവർ 5 സ്ത്രീകളും 10 കുട്ടികളും എടുക്കുക എന്നാണ് ചോദിക്കുക. 2 പേരും കൂടി അത്രയും വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് ആ വർക്ക് തീരുമെന്നാണ് ചോദിക്കുക. അപ്പം 5 സ്ത്രീകളുണ്ട്, 10 കുട്ടികൾ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 5 സ്ത്രീകളുടെ വർക്കിനോട് ഈക്വൽ അല്ലേ? അപ്പം ഇവിടെ നമ്മൾ പറഞ്ഞു ഒരു സ്ത്രീയുടെ വർക്ക് എഫിഷ്യൻസി 2 കുട്ടികളുടേതിന് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10 എന്നുള്ളത് 2 എന്നുള്ളത് 1 ആയിട്ട് അതിൻ്റെ നേരെ പകുതി ആയ പോലെ തന്നെ 10 കുട്ടികൾ എന്നുള്ളത് 5 സ്ത്രീകളോട് ഈക്വൽ ആയിരിക്കും. അപ്പം ടോട്ടൽ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 5 സ്ത്രീകളും 5 സ്ത്രീകളുടെ വർക്ക് ടോട്ടൽ 10 സ്ത്രീകൾ വർക്ക് ചെയ്താൽ എത്ര ദിവസം കൊണ്ട് തീരുമെന്നുള്ളതാണ്. അതല്ലേ നമുക്കിവിടെ ഫസ്റ്റ് വന്നിരുന്നത്. 10 സ്ത്രീകൾ ആ വർക്ക് 7 ഡേയ്സ് കൊണ്ടാണ് തീർക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഹെമിസ്ഫിയർ ആൻഡ് എ കോൺ ഹാവ് ഈക്വൽ ബേസസ്. ഇഫ് ദെയർ ഹൈറ്റ്സ് ആർ ഓൾസോ ഈക്വൽ, ദെൻ റേഷ്യോ ഓഫ് ദെയർ കർവ്ഡ് സർഫേസ് വിൽ ബി. ഓപ്ഷൻസ് 2:1, 1:2, √2:1, 1:√2. ഓക്കെ, ഇവിടെ ഇപ്പം നമുക്ക് തന്നിരിക്കുന്ന ഒരു ഹെമിസ്ഫിയറും ഒരു കോണുമാണ്. ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്ഫിയറിന്റെ പകുതി. ഒരു പന്ത് ഉദ്ദേശിക്കുക, പന്തിന്റെ നടുക്കും വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഹെമിസ്ഫിയർ. ഇനി കോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺ ഐസ്ക്രീമിന്റെ ആ ഷേപ്പിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും. ഇവിടെ ഒരു ട്രയാങ്കുലർ ഷേപ്പ് കാണും, ബേസ് എന്ന് പറഞ്ഞാൽ സർക്കിൾ ആയിരിക്കും. ഇനി ഇവിടെ തന്നിരിക്കുന്നത് ഈക്വൽ ബേസസ് ആണ് ഈ 2 ഷേപ്പിനും ഉള്ളത്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്ന ഈ ഒരു സർക്കിളിന്റെ കേസാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടുത്തെ ബേസ് ഇതാണ്, ഇതിന്റെ ബേസ് ഇതാണ്. അപ്പൊ ഈക്വൽ ബേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർക്കിളിന്റെ ഇവിടെ വരുന്ന റേഡിയസ് എന്താണ്? 2ന്റെയും ഈക്വൽ ആണെന്ന് പറയാം. റേഡിയസ് ഈക്വൽ ആണെന്ന് പറയാം. ഈ സെക്കൻഡ് തന്നിരിക്കുന്നത് ഇഫ് ദെയർ ഹൈറ്റ്സ് ആർ ഓൾസോ ഈക്വൽ. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കേസിൽ ഇങ്ങനെ നമ്മൾ യോജിപ്പിക്കുന്നതാണ്, ഇതിന്റെ കേസിൽ ഇതാണ് ഹൈറ്റ്. ഇനി ഒരു ഹെമിസ്ഫിയറിന്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അതിന്റെ റേഡിയസ് തന്നെയല്ലേ? അതായത് ഒരു സ്ഫിയർ അല്ലെങ്കിൽ ഹെമിസ്ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു സെന്ററിൽ നിന്ന് ഈ ഒരു എൻഡിലേക്ക് വരുന്നത് എപ്പോഴും എന്താണ്? റേഡിയസ് ആണ്. അപ്പോഴത്തേക്ക് ഓർക്കുക, ഇവിടുത്തെ ഹൈറ്റ് എന്ന് പറയുന്നത് 6നോട് ഈക്വൽ ആണെന്ന് നമുക്കറിയാം. ഇവിടെ ഈ 2 ഷേപ്പിനും ഈക്വൽ ഹൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഹൈറ്റും എന്താണ്? 6 തന്നെയാണ്. ഇത്രയും കാര്യമാണ് നമുക്ക് തന്നിരിക്കുന്നത്. നമുക്ക് കണ്ടെത്തേണ്ടത് റേഷ്യോ ഓഫ് ദ കർവ്ഡ് സർഫേസ്. കർവ്ഡ് സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതിന്റെ കേസിൽ ബേസ് ഇതാണ്, ഈ വന്നിരിക്കുന്നതാണ് കർവ്ഡ് സർഫേസ്. ഇവിടെ ബേസ് ഇതാണ്, ഈ ഒരു ട്രയാങ്കുലർ പാർട്ടിൽ വന്നിരിക്കുന്ന ഇതാണെന്ന് പറയുന്നത് കർവ്ഡ് സർഫേസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിന്റെ റേഷ്യോ എന്ന് പറയുമ്പോൾ അതിന്റെ ഏരിയയുടെ റേഷ്യോ ആണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഹെമിസ്ഫിയർ പറഞ്ഞിരിക്കുന്നതുകൊണ്ട് തന്നെ ഏരിയ ഓഫ് ഹെമിസ്ഫിയർ വരും, താഴെ എന്ത് വരും? ഏരിയ ഓഫ് കോൺ വരും. ഇനി ഇവിടെ അറിയേണ്ട കാര്യം, ഈ ഒരു ഹെമിസ്ഫിയറിന്റെ കേസിൽ ഇതിന്റെ ഈ ബേസിന്റെ ഏരിയ എന്ന് പറയുന്നത് πr² ആണ്, കാരണം ഒരു സർക്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ. ഇനി ഇതിന്റെ ഈ ഒരു കർവ്ഡ് സർഫേസിന്റെ ഏരിയ എന്ന് പറയുന്നത് 2πr² ആണ്. അപ്പോൾ 2πr² എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? ഒരു സ്പിയർ, ഒരു ഗോളത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 4πr² ആണ്. ഇത് നേരെ പകുതിയല്ലേ, അപ്പോൾ ഇവിടെ 2 കൊണ്ട് കട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് 2πr² വരിക. അപ്പോൾ കർവ്ഡ് സർഫേസിന്റെ ഏരിയ 2πr² ആണ്. ഇവിടെ നോക്കിയ ഒരു കോണിന്റെ കേസിൽ ഇതിന്റെ ബേസ് എന്താണ്? πr² വരും.
ബേസ് സർക്കിളാണ്, അതുകൊണ്ട് അതിൻ്റെ ഏരിയ പൈ ആർ സ്ക്വയർ വന്നു. ഇനി ഈ ഒരു ട്രയാങ്കുലർ ഷേപ്പിൻ്റെ, അതായത് ഈ ഒരു രീതിയിൽ വരുന്ന ഈ ഒരു കേർഡ് സർഫേസിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ എൽ ആണ്. പൈ ആർ എൽ ആണ്. ഈ എൽ എന്ന് പറയുന്നത് ഈ വരുന്നൊരു ലെങ്ത് ആണ് എൽ. അപ്പോൾ ഇവിടെ നമുക്ക് കണ്ടെത്തേണ്ട റേഷ്യോ നോക്കുകയാണെങ്കിൽ എന്ത് വരും? ഇവിടെ ഏരിയ ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുമ്പോൾ ഇവിടെ കേർവ്ഡ് സർഫേസിനെ മാത്രം മതി. അപ്പം നമ്മൾ ഇവിടുന്ന് ഈ 2 പൈ ആർ സ്ക്വയറും പൈ ആർ എല്ലും ആണ് എടുക്കേണ്ടത്. മുകളിൽ എന്ത് വരും? 2 പൈ ആർ സ്ക്വയർ വരും, ഡിവൈഡഡ് ബൈ താഴെ എന്ത് വരും? പൈ ആർ എൽ വരും. ഇതിന്ന് പൈയും പൈയും ക്യാൻസലായി, ആറും ഇവിടെ 2 ആറുണ്ട്, ഒരു 6 കട്ട് ചെയ്തു. ഇനി ഒരു 6 ഇവിടെ താഴെ എല്ലും ഉണ്ട്, ഇവിടെ ഒരു 2 ഉണ്ട്. ഇനി നമുക്ക് ഈ എല്ലാം എങ്ങനെ കണ്ടെത്താൻ പറ്റും? ഇവിടെ നോക്കിയേ, ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. അപ്പം നമുക്കിവിടെ എല്ല് കണ്ടെത്താൻ വേണ്ടി എന്താണ്? പൈതഗറസ് തിയറം യൂസ് ചെയ്യാൻ പറ്റും. ഇത് 6 ആണ്, ഇത് 6 ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടെത്തുക? ആർ സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ ആണ് ഇവിടുത്തെ ഹൈപ്പോട്ടന്യൂസ് അല്ലെങ്കിൽ അതിൻ്റെ കർണം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 ആർ സ്ക്വയർ പ്ലസ് 1 ആർ സ്ക്വയർ 2 ആർ സ്ക്വയർ വന്നു. ഇത് √2 R എന്ന് വന്നു. ആർ സ്ക്വയറിൻ്റെ സ്ക്വയർ റൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 6 വന്നു, 2ന് സ്ക്വയർ റൂട്ട് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഈ വാല്യൂ ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ 2R ആണ് ഉണ്ടായിരുന്നത്, 2R ഡിവൈഡഡ് ബൈ താഴെ എല്ലിൻ്റെ സ്ഥാനത്ത് എന്ത് വന്നു? √2R വന്നു. 6 ക്യാൻസലായി. ഇനി നമുക്കിവിടെ വെച്ച് എന്താണ്? 2:√2 എന്നൊരു വാല്യൂ കിട്ടും. പക്ഷെ അതല്ല നമ്മുടെ ഓപ്ഷനുള്ള, നമുക്ക് ഇതിനെ വീണ്ടും സിംപ്ലിഫൈ ചെയ്യണം. അതെങ്ങനെയാണ്? ഈ 2വിനെ എങ്ങനെ എഴുതാൻ പറ്റും നമുക്ക്? √2 × √2 ആണ് 2. കാരണം √2 × √2 എന്ന് പറഞ്ഞാൽ √4 ആണ്. √4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2 ആണ്. അപ്പോൾ ഇതിനെ √2 × √2 ഡിവൈഡ് ബൈ √2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ √2 √2 ക്യാൻസൽ ആയി താഴെ 1 ആണുള്ളത്. അപ്പം √2:1 എന്ന് വരും. ഓപ്ഷൻ സി ആണ് ആൻസർ. തേർഡ് ക്വസ്റ്റ്യൻ, ഇഫ് മീഡിയൻ ആൻഡ് മീൻ ഓഫ് ദ ഫസ്റ്റ് 10 പ്രൈം നമ്പേഴ്സ് ആർ ക്യാപിറ്റൽ ലെറ്റർ M ആൻഡ് സ്മോൾ ലെറ്റർ m റെസ്പെക്റ്റീവ്ലി, ദെൻ ഓപ്ഷൻ എ m ഈസ് ഈക്വൽ ടു m, ഓപ്ഷൻ ബി m ഗ്രേറ്റർ ദാൻ m, ഓപ്ഷൻ സി m ലെസ് ദാൻ സ്മോൾ ലെറ്റർ m, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഓക്കെ, ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് മീഡിയൻ ആൻഡ് മീൻ. അപ്പോൾ ഇവിടെ മീഡിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ക്യാപിറ്റൽ ലെറ്റർ M കൊണ്ടാണ്. മീൻ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? സ്മോൾ ലെറ്റർ M കൊണ്ടാണ്. ഇതിനെ ബേസ് ചെയ്താണ് ഇവിടെ കണ്ടീഷൻസ് പറഞ്ഞിരിക്കുന്നത്. മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിഡിൽ വാല്യൂ. മിഡിൽ വാല്യൂ. ഇനി മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ്. ആവറേജ് കാണുന്നത് എങ്ങനെയാണ്? ടോട്ടൽ ബൈ നമ്പർ. ഇത് നമ്മൾ എഴുതുന്ന ആ ഒരു ഡേറ്റാ സെറ്റിൻ്റെ മിഡിൽ വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുക. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് മീഡിയൻ ആൻഡ് മീൻ ഓഫ് ദ ഫസ്റ്റ് 10 പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ആദ്യത്തെ 10 പ്രൈം നമ്പേഴ്സ് ആണ് നമ്മൾ കാണേണ്ടത്. പ്രൈം നമ്പർ സ്റ്റാർട്ട് ചെയ്യുക 2ൽ നിന്നാണ്. ഒന്നൊരു പ്രൈം നമ്പർ അല്ല. അപ്പോൾ 2 വന്നു, 3, 4 ഇല്ല, 5 വന്നു, 6 ഇല്ല, 7, 8 ഇല്ല, 9 ഇല്ല. ഇനി നെക്സ്റ്റ് വരുന്ന 11 ആണ്, 13 വന്നു, 15 ഇല്ല, 17 വന്നു, 19 വന്നു. നെക്സ്റ്റ് ഇനി വരിക 23 വന്നു, 29. അപ്പോൾ ഇത്രയുമാണ് ആദ്യത്തെ 10 പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഈ പ്രൈം നമ്പർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 2 എന്നൊരു നമ്പർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് 2ഉം 1ഉം മാത്രമാണ്. ഇപ്പോൾ ഇവിടെ 11ൻ്റെ കേസ് എടുത്തു കഴിഞ്ഞാൽ 1ഉം 11ഉം മാത്രമാണ്. ഈ നമ്പറും 1ഉം മാത്രമാണ് അതിൻ്റെ ഫാക്ടേഴ്സ്. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രമാണ് ഈ സംഖ്യ കിട്ടുന്നത്. ഇപ്പം നമുക്കിവിടെ 10 ആയിരുന്നെങ്കിൽ എങ്ങനെയാണ്? 1 × 10 അല്ലാതെ 2 × 5 ഉണ്ട്. ഇത് പ്രൈം നമ്പർ അല്ല. ഇങ്ങനെ വരുന്ന കേസാണ് പ്രൈം നമ്പേഴ്സ്. അപ്പോൾ ഫസ്റ്റ് 10 പ്രൈം നമ്പേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ്? 2 തൊട്ട് നോക്കുക പ്രൈം നമ്പേഴ്സ് 29 വരെ. ഇവിടെ ടോട്ടൽ 10 പ്രൈം നമ്പേഴ്സ് നമുക്ക് കിട്ടി. ഇനി ഇവിടെ നമുക്ക് പറഞ്ഞിരിക്കുന്നത് മീഡിയൻ ആൻഡ് മീൻ കാണണം. അപ്പോൾ ഫസ്റ്റ് മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മിഡിൽ വാല്യൂ. ഇവിടെ 10 നമ്പേഴ്സ് ആണുള്ളത്. ഇതൊരു ഇവൻ നമ്പറാണ്. ഇവിടെ ഒരു ഓഡ് നമ്പർ ആയിരുന്ന കൃത്യമായിട്ടൊരു മിഡിൽ വാല്യൂ നമുക്ക് കിട്ടിയേനെ. അപ്പം 10 നമ്പർ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടുന്ന് 4 വാല്യൂസ് കഴിഞ്ഞ് ഇവിടുന്നും 4 വാല്യൂസ് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നടുക്ക് കിട്ടുക എന്താണ്? കൃത്യമായിട്ടൊരു മിഡിൽ വാല്യൂ ഇല്ല. അതുകൊണ്ട് തന്നെ മീഡിയൻ എങ്ങനെ കണ്ടെത്താൻ പറ്റും? ക്യാപിറ്റൽ M ആണ് മീഡിയനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് മിഡിലായിട്ട് ഇട്ടിരിക്കുന്ന 11 + 13/2 ചെയ്യുക. എത്ര വരും? 10, 20, 24/2 വന്നു, 12 വന്നു. ഇതാണ് നമ്മുടെ മീഡിയൻ. അപ്പോൾ ഓർക്കുക, ഇവിടെ വന്നിരുന്ന ഒരു ഓഡ് നമ്പർ ആയിരുന്നു. ഇപ്പോൾ 11 നമ്പേഴ്സ് ആയിരുന്നു, കൃത്യമായിട്ടൊന്നും നമുക്കൊരു മിഡിൽ വാല്യൂ എടുക്കാമായിരുന്നു, മീഡിയൻ കിട്ടുമായിരുന്നു. ഇവിടെ ഇപ്പം 10 നമ്പേഴ്സ് ആയതുകൊണ്ട് നമ്മൾ മിഡിലെ 2 വാല്യൂസ് ചെയ്ത് അതിൻ്റെ ആവറേജ് കണ്ടു. ഓക്കെ, നെക്സ്റ്റ് ഇനി എന്താണ്? സ്മോൾ ലെറ്റർ M എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? മീൻ, ആവറേജ്. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് 10 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ ബൈ നമ്പറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുക? ഇവിടെ നോക്കുക, 29ഉം 19ഉം ഈ രണ്ടും കൂടെ ആഡ് ചെയ്താൽ എത്ര വരും?
20, 30, 40, 50 വന്നു. ഇനി നോക്കുക 23ഉം 7ഉം കൂടെ നോക്കിയേ 30 വരത്തില്ലേ, 30 വന്നു. ഇനി 17ഉം 3ഉം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 20 വന്നു. നെക്സ്റ്റ് ഇനി എന്താണുള്ളത്, ഇവിടെ 10, 20, 25, 26, 29 വന്നു. ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും, 5, 8, 10, 12, 12ൻ്റെ ഒരു 9. അപ്പോൾ ഇവിടെ 129 വന്നു. 129 എത്ര നമ്പേഴ്സ് ആണുള്ളത്, 10 നമ്പേഴ്സ്. ഇതിൻ്റെ വാല്യൂ എന്ത് വരും, 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിന് പകരം എന്താണ് 129 എഴുതിയിട്ട് ഇവിടുന്ന് ഒരു സ്ഥാനം മാറ്റി, ഒരു 0 ആണുള്ളത്, അതുകൊണ്ട് ഒരു സ്ഥാനം മാറ്റി പോയിന്റ് ഇട്ടു. അപ്പോൾ ഇവിടെ നോക്കിയേ ക്യാപിറ്റൽ ലെറ്ററും സ്മോൾ ലെറ്ററും ഉണ്ട്. ക്യാപിറ്റൽ ലെറ്ററും ആൻഡ് സ്മോൾ ലെറ്ററും ഇവിടെ ഏതാണ് വലുത്, മീൻ ആണ് വലുത്. എം ലെസ് ദാൻ ക്യാപിറ്റൽ ലെറ്റർ എം ലെസ് ദാൻ സ്മോൾ ലെറ്റർ എം, അതായത് മീഡിയൻ ലെസ് ദാൻ മീൻ എന്ന് തോന്നും. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരുന്ന ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. അപ്പോൾ ഇവിടെ മീഡിയൻ ആൻഡ് മീൻ്റെ കേസ് പറഞ്ഞു. ഇനി ഇവിടെ വരാവുന്ന മറ്റൊന്ന് എന്താണ്, മോഡ്. മോഡ് ചോദിക്കുകയാണെങ്കിൽ എന്താണ്, തന്നിരിക്കുന്ന ഡേറ്റാ സെറ്റിൽ എത്ര പ്രാവശ്യം ഒരു നമ്പർ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളതാണ് മോഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മളോട് മീഡിയൻ ആൻഡ് മീൻ ആണ് ചോദിച്ചത്, അത് കണ്ടെത്തി. ഇവിടെ നമുക്ക് മനസ്സിലായി മീഡിയൻ ലെസ് ദാൻ മീൻ. Fourth question, the diagonals of a rhombus are of length 24 cm and 32 cm. Length of the side of rhombus is option A 16 cm, option B 20 cm, option C 24 cm, option D 30 cm. അപ്പോൾ ഇവിടെ ഒരു റോംബസിൻ്റെ ഡയഗണൽസ്. അപ്പോൾ റോംബസ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൻ്റെ ഡയഗണൽസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഒന്ന് ഈ 2 വെർട്ടക്സ് യോജിപ്പിക്കുന്നത്, മറ്റൊന്ന് ഈ 2 വെർട്ടക്സ് യോജിപ്പിക്കുന്നത്. ഇതാണ് റോംബസിൻ്റെ ഡയഗണൽസ്. ഇനി റോംബസിൻ്റെ ഡയഗണൽസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇവ തമ്മിൽ യോജിപ്പിക്കുമ്പോഴത്തേക്കും നമുക്കിവിടെ കിട്ടുന്നത് 90 ഡിഗ്രി ആയിരിക്കും ഇവിടെ ഫോം ചെയ്യുന്നത്. മറ്റൊരു പ്രത്യേകത, ഈ ഒരു ലൈൻ ഇത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് 15 ആണെങ്കിൽ ഇതും 15 ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ലൈനിനെ ഇത് ഈക്വൽ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. ഇത് ടോട്ടൽ 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 10ഉം ഇത് 10ഉം ആയിട്ടായിരിക്കും. അപ്പോൾ ഇവിടെ വരച്ചതിനകത്ത് ഇംപെർഫെക്ഷൻ ഉണ്ടെങ്കിലും റോംബസിൻ്റെ ഡയഗണൽസ് തമ്മിൽ ബൈസെക്ട് ഈച്ച് അതർ, അതായത് ഇവിടെ 90 ഡിഗ്രി ഫോം ചെയ്യും, ഈക്വൽ ലെങ്തിലായിരിക്കും ഇതിനെ കട്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ ഓഫ് ലെങ്ത് 24. ഒന്ന് പറഞ്ഞാൽ 24 സെൻറ്റിമീറ്റർ, ഒന്ന് 32 സെൻറ്റിമീറ്റർ എന്ന്. അപ്പോൾ ഇത് 24 സെൻറ്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇത് 12 ആണ്, ഇത് 12 ആണ്. അങ്ങനെയാണ് ഇത് ടോട്ടൽ 24 സെൻറ്റിമീറ്റർ. 32 എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് പറയാൻ പറ്റും, ഇത് 16, ഇത് 16 സെൻറ്റിമീറ്റർ. ഇനി ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ലെങ്ത് ഓഫ് സൈഡ് ഓഫ് റോംബസ്. അപ്പം ഈ റോംബസിൻ്റെ പ്രത്യേകത എല്ലാ സൈഡും ഈക്വൽ ആയിരിക്കും. അപ്പം സൈഡ് ഓഫ് എ റോംബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈഡ് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എങ്ങനെ കണ്ടെത്താൻ പറ്റും, പൈതഗറസ് തിയറം യൂസ് ചെയ്താൽ പോരെ. സ്ക്വയർ റൂട്ട് ഓഫ്, ഇവിടെ നമുക്കറിയാം ഇത് ഹൈപ്പോട്ടന്യൂസ് ആണ്, ഇത് കർണമാണ്, അതുകൊണ്ട് തന്നെ 16ൻ്റെ സ്ക്വയർ പ്ലസ് 12ൻ്റെ സ്ക്വയർ കാണുക. 16ൻ്റെ സ്ക്വയർ 256 ആണ്, 12ൻ്റെ സ്ക്വയർ 144 ആണ്, 004 വന്നു. സ്ക്വയർ റൂട്ട് ഓഫ് 400 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണത്, 20 അല്ലേ, 20ൻ്റെ സ്ക്വയർ അല്ലേ 400, നമുക്ക് കിട്ടിയത് 20 ആണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഈ ഒരു കേസ് ശ്രദ്ധിക്കുക, നമുക്കിവിടുത്തെ ലെങ്ത് 16, 12 ഇവിടുത്തെയാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഇത് ചെയ്യാതെ തന്നെ നമുക്ക് ഇത് കണ്ടെത്താൻ ഒരു മാർഗ്ഗമുണ്ട്, അതാണ് ഇവിടെ പറയുന്നത്. 16 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 4 ആണ് 16. 12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 × 3 ആണ് 12. അപ്പോൾ ഇവിടുന്ന് ഈ 4നെ കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്താണുള്ളത്, 4:3:. അപ്പോൾ ഇതാണ് അതിൻ്റെ റേഷ്യോ വരിക. അപ്പം 4, 3 എന്ന് വന്നു കഴിഞ്ഞാൽ ഒരു പൈതഗറസ് ട്രിപ്ലറ്റ്, അതായത് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ സൈഡ് ആകാനായിട്ട് 3, 4, 5 ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം. 3, 4, 5 ആണ്, അതായത് 3ൻ്റെ സ്ക്വയർ പ്ലസ് 4ൻ്റെ സ്ക്വയർ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് എടുക്കുമ്പോഴത്തേക്കും 5 ആണ് വരിക. അപ്പോൾ 3, 4, 5 ആണ് പൈതഗറസ് ട്രിപ്ലറ്റ് എന്ന് അറിയാമെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് കണ്ടെത്താം. അപ്പം 4 × 4 അല്ലേ 16, 4 × 3 അല്ലേ 12, അപ്പോൾ ഇവിടെ 4 × 5 21 വരും. അപ്പോൾ ഈ രീതിയിലും കണ്ടെത്താം. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് ഈസി ആയിട്ടുള്ളത് ആ രീതിയിൽ കണ്ടെത്തുക. 20 ആണ് ഇവിടുത്തെ ആൻസർ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, ദ ആവറേജ് ഏജ് ഓഫ് എ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വാസ് 23 years at the time of their marriage. After 5 years, they have a 1-year-old child. The average age of the family now is 19 years, 23 years, 28.5 years, 29.5 years. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്, ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും ആവറേജ് ഏജ് എന്ന് പറയുന്നത് 23.
അപ്പോൾ ആവറേജ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അവർ രണ്ടുപേരുടെയും വയസ്സ് ആഡ് ചെയ്തതിന് ശേഷം അതിനെ 2 കൊണ്ട്, അവരുടെ നമ്പർ 2 ആണ്, 2 പേരാണുള്ളത്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് 23. ഇതാണ് തന്നിരിക്കുന്ന ഫസ്റ്റ്. അപ്പോൾ ഇവിടുത്തെ നമുക്ക് എന്ത് പറയാൻ പറ്റും, ഈ 2നെ നമ്മൾ ഇങ്ങോട്ട് വരും, ഇത് ഡിവിഷൻ ആയിരുന്നു, ഇത് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും ഇൻറ്റു 2 ആയി, 23യുടെ ഇരട്ടിയായി 6, ഇവിടെ 4 വന്നു, 46. അതായത് ആ ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും കൂടെ വയസ്സ് ആഡ് ചെയ്യുമ്പോൾ 46 ആണെന്ന് മനസ്സിലായി. ഇനി ആഫ്റ്റർ 5 ഇയേഴ്സ്, അപ്പം 5 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ ഹസ്ബൻഡിൻ്റെ വൈഫ് 5 വയസ്സ് കൂടി, വൈഫിൻ്റെ വയസ്സും 5 വയസ്സ് കൂടി. ഇത് തമ്മിൽ കൂടിയപ്പോൾ ടോട്ടൽ എത്രയായി, 10 വയസ്സ് കൂടി, 46 + 10 56 വന്നു. ഇനി ദേ ഹാവ് എ 1 year old ചൈൽഡ്, ഒരു വയസ്സുള്ളൊരു കൊച്ചോടുണ്ട്. അപ്പം ടോട്ടൽ 57 വയസ്സാണ് ആ വീട്ടിലെ ഏജ്, ടോട്ടൽ ഏജ്. നമ്മളോട് കാണാൻ പറയുന്ന നൗ ഇപ്പോഴുള്ള ആ ഫാമിലിയുടെ ആവറേജ് ഏജ് ആണ്. അപ്പോൾ 57 ടോട്ടൽ വയസ്സെന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ എത്ര പേരുണ്ട്, ഹസ്ബൻഡും വൈഫും ചൈൽഡ്ഹുഡ് ഉണ്ട്. അപ്പം 3 പേരുണ്ട്, 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം 57നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തത് 19 നമുക്ക് കിട്ടുക. 19 ഇവിടുത്തെ ആവറേജ് ഏജ്. അപ്പോൾ ഇത് സിമ്പിളായിട്ട് തോന്നും, പക്ഷെ നമുക്ക് തെറ്റാനും ചാൻസ് ഉണ്ട്. കാരണം എന്താണ്, 5 വർഷം കഴിയുക എന്ന് പറയുമ്പോൾ ഇവിടെ 5 ആഡ് ചെയ്താൽ പോരാ. കാരണം ഹസ്ബൻഡിൻ്റെയും വൈഫിൻ്റെയും വയസ്സ് 5 വെച്ച് കൂടി ടോട്ടൽ 10 ആഡ് ചെയ്യണം. അപ്പം 56 കിട്ടി. ഇനി 56 കിട്ടിയാലും എന്താണ്, കുട്ടിയുടെ വയസ്സോട് ആഡ് ചെയ്യുമ്പോൾ 57 വന്നു. ഇനി മറ്റൊരു കാര്യം തെറ്റാവുന്ന എന്താണ്, ഈ 57നെ 2 കൊണ്ടല്ല, അപ്പോൾ ഇവിടെ 3 പേരായില്ലേ, നമ്പർ 3 ആയി. അപ്പം 3 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക, 19 ആണ് ഇവിടുത്തെ ആൻസർ. 6ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ മെനി ടൈംസ് വിൽ ദ ഡിജിറ്റ് 5 കം ഇൻ കൗണ്ടിങ് ഫ്രം 1 to 99 എക്സ്ക്ലൂഡിംഗ് ദോസ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 3? 13, 14, 15 and 20 ആണ് ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചിരുന്നു 1 തൊട്ട് 99 വരെയുള്ള കൗണ്ടിങ് നമ്പേഴ്സിൽ 5 എത്ര പ്രാവശ്യം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, എന്താണ്, എക്സ്ക്ലൂഡിങ് ദോസ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 3. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാവുന്ന നമ്പേഴ്സിനെ എല്ലാം തന്നെ നമ്മൾ ഒഴിവാക്കണം. അപ്പം നമുക്ക് നോക്കാം, 1 തൊട്ട് 99 വരെ എന്ന് പറയുമ്പോഴത്തേക്ക് അതിനിടയിൽ വരുന്ന 5 എന്ന് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്താണ്, 5ൽ സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ ഇനി വരുന്നത് 15 വരാം, 25, 35, 45, 55, 65, 75, 85, 95 വരെ വന്നു. അപ്പോൾ 99 വരെ വന്നു. ഇനിയും ഉണ്ടല്ലോ നമ്പേഴ്സ്. 45 കഴിഞ്ഞിട്ട് പിന്നെ നോക്കുകയാണെങ്കിൽ 50, 51, 52, 53, 54, 55 ഇവിടെ എഴുതിയേക്കുന്നതുകൊണ്ട് എഴുതണ്ട, 56, 57, 58, 59 വരെ. ഇത്രയുമാണ് 1 തൊട്ട് 99 വരെ ഉള്ളതിനകത്ത് 5 ഡിജിറ്റ് വരുന്ന നമ്പേഴ്സ്. ഓക്കെ, ഇനി നമുക്കിനി എന്ത് ചെയ്യണം, എക്സ്ക്ലൂഡിങ് ദോസ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 3. 3 കൊണ്ടൊരു നമ്പർ ഡിവിസിബിൾ ആണോ എന്ന് എങ്ങനെയാണ് കണ്ടെത്തുക? അപ്പം 12 എന്നൊരു നമ്പർ അത് 3 കൊണ്ട് ഡിവിസിബിൾ ആണോ എന്ന് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി, 2 + 1 ആഡ് ചെയ്യുക, 2 1 കൂടെ ആഡ് ചെയ്യുക, 3 വന്നു. ഈ ആഡ് ചെയ്യുന്ന നമ്പർ 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിൽ ഗുണനപ്പട്ടികയിൽ ഉണ്ടോ എന്ന് നോക്കുക. അതാണ് നമ്മൾ ചെയ്യുന്ന കണ്ടീഷൻ, അതായത് അതിൻ്റെ ഡിവിസിബിലിറ്റി ചെക്ക്. അപ്പോൾ ഇവിടെ നോക്കാം, 5 ഇല്ല, 5 + 1 6 ആണ്. 6 എന്ന് പറയുന്നത് 3 × 2 അല്ലേ, അതുകൊണ്ട് തന്നെ ഇത് 3 കൊണ്ട് ഡിവിസിബിൾ ആണ്, അത് എക്സ്ക്ലൂഡ് ചെയ്യാം. 5 + 2 7 ആണ്, 5 + 3 8 ആണ്, 5 + 4 9. 9 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ളതാണ്. 5 + 5 10, 6 + 5 11, 7 + 5 12, 8 + 5 വരത്തില്ല, 9 + 5 വരത്തില്ല. ഇനി നോക്കിയേ, 51, 5 + 1 6 വന്നില്ലേ. ഇനി ഇവിടെ വരത്തില്ല, ഇവിടെ 8 ആണ് വരിക, ഇവിടെ 9 വന്നു. 5 + 4 9 വന്നു. 9 എന്ന് പറയുന്നത് 3 × 3 ആണ്, വരത്തില്ല. അപ്പോൾ അത് എക്സ്ക്ലൂഡ് ചെയ്യണം. 3ൻ്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലുണ്ട്, 3 കൊണ്ട് നമുക്കിതിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റും, ഡിവിസിബിൾ ആണിത്. ഇനി നമ്മൾ നോക്കുക, 6 + 5 വരത്തില്ല, 7 + 5 12 വന്നു. 8 + 5 13 ആണ്, ഇവിടെ 14 ആണ്. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ചെയ്തത് 1 തൊട്ട് 99 വരെയുള്ള ഇതിനിടയിൽ 5 വരുന്ന നമ്പേഴ്സ് എല്ലാം എഴുതി. ഇനി 3ൻ്റെ ഡിവിസിബിലിറ്റി ചെക്കാണ് നമ്മളിവിടെ ചെയ്തത്. ഈ നമ്പേഴ്സിലെ ഈ ഡിജിറ്റ്സ് തമ്മിൽ ആഡ് ചെയ്തു, അത് 3യുടെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഉള്ളതാണോ എന്ന് നോക്കി അതിനെ എക്സ്ക്ലൂഡ് ചെയ്തു. ഇനി ഇതൊന്ന് കൗണ്ട് ചെയ്തേ, 1 2 3 4 5 6 7 8 9 10 11 12 13. ഇവിടെ നമുക്ക് 13 കിട്ടി. നമ്മളിവിടെ നോക്കുന്നത് എന്താണ്, നമ്പർ ഡിജിറ്റ് 5 എത്ര പ്രാവശ്യം വരുമോ എന്നുള്ളതാണ്. ഇവിടെ ഈ 55-നകത്ത് നമ്മൾ 2 പ്രാവശ്യം 5 എന്ന ഡിജിറ്റ് വരുന്നുണ്ട്. ഇവിടെ പക്ഷെ നമ്മൾ 1 പ്രാവശ്യം കൗണ്ട് ചെയ്തുള്ളൂ, അപ്പോൾ ഒന്നുകൂടെ കൗണ്ട് ചെയ്യണം. ടോട്ടൽ 14 ആണ് വരിക. ഓപ്ഷൻ ബി ആണ് ആൻസർ. 7th question, if the mean of x1 and x2 is
7.5 and the mean of x1, x2 and x3 is 8. Then the value of x3 is. Simple question ആണ്. 9, 8, 7.5 and 6 ആണ് ഓപ്ഷൻസ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ മീൻ ഓഫ് x1 ആൻഡ് x2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവറേജ് തന്നെയാണ്. x1 പ്ലസ് x2 ബൈ രണ്ട് നമ്പേഴ്സ് ആണുള്ളതുകൊണ്ട് ബൈ 2 ചെയ്യുന്നതാണ് 7.5 എന്ന് തന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ x1 പ്ലസ് x2 എങ്ങനെ കണ്ടെത്താം? ഈ ബൈ 2 ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്? മൾട്ടിപ്ലൈഡ് ബൈ 2 ആകും. ഇതിൻ്റെ ഇരട്ടിയല്ലേ? 7 പ്ലസ് 7 14, 0.5 പ്ലസ് 0.5 1 ആണ്. 14 പ്ലസ് 1 15 വരും. 7 ഇരട്ടി 15 ആണ്. ഇനി സെക്കൻഡ് തന്നിരിക്കുന്നത് എന്താണ്? x1, x2, x3 ഈ മൂന്ന് നമ്പേഴ്സിൻ്റെ ആവറേജ് അല്ലെങ്കിൽ മീൻ എന്ന് പറയുന്നത് 8 ആണെന്ന് തന്നിട്ടുണ്ട്. ഈസ് ഈക്വൽ ടു 8. അപ്പോൾ ഇവിടെ മീൻ എന്ന് പറയുമ്പോഴത്തേക്കും ഈ മൂന്ന് നമ്പേഴ്സ് ആയതുകൊണ്ട് താഴെ വരുന്ന നമ്പറിൻ്റെ എണ്ണം 3 ആണ്. അപ്പോൾ ഇവിടെ വെച്ച് x1 പ്ലസ് x2 പ്ലസ് x3 എങ്ങനെ കണ്ടെത്താം? ഇവിടെയും മൾട്ടിപ്ലൈഡ് ബൈ 3 വരും. 8 3s are 24 ആണ്. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? x3യുടെ വാല്യൂ. ഇത് x1 പ്ലസ് x2 പ്ലസ് x3, ഇത് x1 പ്ലസ് x2. ഇതിന് ഇത് മൈനസ് ചെയ്താൽ പോരെ. അപ്പം 24 മൈനസ് 15 വരും. ആൻസർ 9 വരും. അപ്പം 15 പ്ലസ് 9 ചെയ്യുമ്പോഴാണ് 24 വരിക. ഈ 9 എന്ന് പറയുന്നതാണ് x3യുടെ വാല്യൂ. ഓപ്ഷൻ എ ആണ് ആൻസർ. 8th question. If x and y are positive integers such that x square minus y square is equal to 13, then the possible value of x square plus y square will be 90, 85, 72, 65. ഇവയാണ് ഓപ്ഷൻസ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്നത് എക്സ് വൈ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ്, പോസിറ്റീവ് നമ്പേഴ്സ് ആണ് തന്നിട്ടുണ്ട്. ഇനി ഇവിടെ എന്താണ്? എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ എന്ന് പറയുന്നത് 13 എന്ന് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയറിൻ്റെ വാല്യൂ ആയിട്ട് വരുന്നത് ഈ 90, 85, 72, 65 ഏതാണെന്നുള്ളതാണ്. അപ്പോൾ ഇത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പം രണ്ട് നമ്പേഴ്സ് എ പ്ലസ് ബി എന്ന് പറയുന്നത് എക്സ് എന്നും എ മൈനസ് ബി എന്ന് പറയുന്നത് വൈ എന്നും തന്നു കഴിഞ്ഞാൽ നമ്മൾ എയും ബിയും എങ്ങനെ കണ്ടെത്താം? ഇതിലെ വലിയ നമ്പർ എന്ന് പറയുന്നത് ഇപ്പോൾ എ ആണെങ്കിൽ അത് കണ്ടെത്തുന്നത് എക്സ് പ്ലസ് വൈ ബൈ 2 ആണ്. ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ബി ചെറിയ നമ്പർ ബി ആണെങ്കിൽ അത് കണ്ടെത്തുന്നത് എങ്ങനെയാണ്? എക്സ് മൈനസ് വൈ ബൈ 2. ഈ രീതിയിലാണ് കണ്ടെത്തുന്നത്. അപ്പോൾ ഇതാ മെത്തേഡ് തന്നെ ഒന്ന് യൂസ് ചെയ്ത് നമുക്കിത് ഈസി ആയിട്ട് കണ്ടെത്താവുന്നതേ ഉള്ളൂ. അതായത് നമ്മുടെ ഇവിടെ എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 13 ആണ്. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതിൽ ഏത് ഓപ്ഷൻ വേണേലും വരാം. ഇപ്പോൾ ഫസ്റ്റ് ഇവിടെ 90 ആണെന്ന് വെക്കുക. അങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നത്. ഇത് തമ്മിൽ ആഡ് ചെയ്തിട്ട് 2 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്ത് നോക്കും. അപ്പോൾ നമുക്കറിയാം ഇവിടെ വരേണ്ട എക്സ് സ്ക്വയറും വൈ സ്ക്വയറും ഇവിടെ എ ബി എന്നുള്ള സ്ഥാനത്ത് എന്താണ്? ഇവിടെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണ് വരേണ്ടത്. അപ്പോൾ ഇവ തമ്മിൽ ആഡ് ചെയ്തതിന് ശേഷം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് സ്ക്വയർ വരുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ 90 പ്ലസ് 13 എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? 103 വരും. 103 2 കൊണ്ട് കറക്റ്റായിട്ട് നമുക്ക് ഡിവിസിബിൾ അല്ല, കറക്റ്റായിട്ട് ഡിവിസിബിൾ അല്ല. അതുകൊണ്ട് 90 അല്ല ഓപ്ഷൻ മനസ്സിലായി. നെക്സ്റ്റ് ഇനി 85 ആണ് ഈ സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ എത്ര വരും? 5 പ്ലസ് 3 8 വന്നു. 8 പ്ലസ് 1 9 വന്നു. 98നെ അതായത് എക്സ് പ്ലസ് വൈ ബൈ 2 ആണ് ചെയ്തത്. 98നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ എന്ത് വരും? 49. അപ്പോൾ ഇതാകാനുള്ളൊരു ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് നോക്കുക. ഈ 85ന് പകരമായിട്ട് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് 72 ആണ്. ഇവിടെ 72 കൊടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 3 പ്ലസ് 2 5 വന്നു. ഈ 5 വരുമ്പോൾ തന്നെ അറിയാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല, 72 വരത്തില്ല. നെക്സ്റ്റ് ഇനി എന്താണുള്ളത്? 65 ഉണ്ട്. 65 കൊടുക്കുമ്പോഴത്തേക്കും 5 പ്ലസ് 3 8 വന്നു. 6 പ്ലസ് 1 7 വന്നു. 78നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് എത്ര വരും? 39 വരും. 39 ഒരു പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അപ്പോൾ ഇവിടുത്തെ പോസിബിളായിട്ട് വരാവുന്ന ഒരു ആൻസർ എന്താണ്? 85 ആണ് വരാവുന്നത്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ആൻസർ. അതായത് എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ 13, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ 85 ആണ്. അപ്പോൾ നമ്മളിവിടെ 85 പ്ലസ് 13 ചെയ്ത് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ എന്താണ്? 49 കിട്ടി. ഇനി അതുപോലെ തന്നെ നമ്മളോടിപ്പം കണ്ടെത്താൻ പറഞ്ഞ ആൻസർ നമുക്ക് കിട്ടി. ഇനി ഇവിടെ വൈ സ്ക്വയർ ആണ് കണ്ടെത്തേണ്ടത്. എങ്ങനെ കണ്ടെത്താം? ഈ 85ൽ നിന്ന് 13 മൈനസ് ചെയ്യുക. അപ്പോൾ ഇവിടെ എത്ര വരും? 2 7 വന്നു. അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. എക്സ് മൈനസ് വൈ ബൈ 2. അപ്പോൾ ഇവിടെ എത്ര വരും? ഇവിടെ 36 വന്നു. അപ്പോൾ 36. ഇതും പെർഫെക്റ്റ് സ്ക്വയർ അല്ലേ? അപ്പം 49ൽ നിന്ന് 36 മൈനസ് ചെയ്യുക 13 വന്നു. 49 പ്ലസ് 36 ആണ് 85. അപ്പോൾ ഇതാണ് ഒരു മെത്തേഡ്. ഇനി ഇതല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്? അതായത് നമുക്കിവിടെ തന്നിരിക്കുന്ന ഈ നമ്പേഴ്സ് എക്സ് സ്ക്വയറും വൈ സ്ക്വയറും പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെന്നറിയാം. 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3യുടെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16, 5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7 സ്ക്വയർ 49,
ഇനി 8 സ്ക്വയർ 64 വരും, 9 സ്ക്വയർ 81 വന്നു, 10 സ്ക്വയർ 100 വന്നു. അപ്പോൾ ഇവിടെ നമുക്ക് ഓരോ ഓപ്ഷൻ വെച്ച് നോക്കാം. 13, ഇതിൻ്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് 13 വരണം. അങ്ങനെ ഒരു ചാൻസ് ഉള്ളത് ഇവിടെയല്ലേ. 49 36 മൈനസ് ചെയ്യുമ്പോഴാണ് 13 വരിക. പിന്നെ ഇനി ഏതാണ് വേണ്ടത്? ഇത് തമ്മിൽ ആഡ് ചെയ്ത് നോക്കുമ്പോൾ 85 വരും. അപ്പോൾ ഈ രീതിയിലും കണ്ടെത്താവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഓപ്ഷൻ ബി ആണ് 85. 9th question, arrange the following in chronological order and give the correct from the code given below. അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലൈൻ, സെക്കൻഡ് സർക്കിൾ, തേർഡ് പോയിന്റ്, ഫോർത്ത് സ്പിയറും തന്നിട്ടുണ്ട്. ഇതിനെ ക്രോണോളജിക്കൽ ഓർഡറിൽ എഴുതിയിട്ട് ഇതിലേതാണ് ഓപ്ഷൻ കറക്റ്റ് എന്ന് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് തന്നിരിക്കുന്നത് ലൈൻ, ദെൻ സർക്കിൾ, പോയിന്റ്, സ്പിയർ. സ്പിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3D ഓഫ് സർക്കിൾ ആണെന്ന് പറയാം. അപ്പോൾ ഇവിടെ എങ്ങനെ വരും? ആദ്യം പോയിന്റ് വരും, ദെൻ ലൈൻ വരും, സർക്കിൾ വരും, സ്പിയർ വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് 3 വരും, പിന്നെ ലൈൻ എന്ന് പറഞ്ഞിരിക്കുന്നത് 1 വരും, സർക്കിൾ 2 ആണ്, സ്പിയർ 4 വരും. അപ്പോൾ ഇതേ ഓർഡറിൽ വന്നിരിക്കുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്വസ്റ്റ്യൻസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ചാനൽ ഷെയർ ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.